ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആപ്പ് വീണു. കെജ്രിവാൾ തോറ്റു. ശതമാനക്കണക്കിൽ പിടിച്ചു നിൽക്കുമ്പോഴും BJPക്ക് ഡൽഹി ഭരണം വിട്ടുകൊടുത്ത ക്ഷീണം ആപ്പിനും കോൺഗ്രസിനും ഉടനെ മാറില്ല. രാജ്യം പിടിച്ചപ്പോഴും ഡൽഹി പിടിക്കാനാവാതെ പതറി നിന്ന BJPക്ക് 27 വർഷങ്ങൾക്കിപ്പുറം താമരത്തളികയിൽ ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ കടിഞ്ഞാൺ ചാർത്തി നൽകിയ കൈകൾ ഏതാണ്? ഡൽഹിയുടെ ഭരണം BJPയെ തകർത്ത് ഷീലാ ദീക്ഷിതിലൂടെ കോൺഗ്രസ് പിടിച്ചതും അതേ കോൺഗ്രസിനെ ഷീലാ ദീക്ഷിതിൻ്റെ പ്രതിച്ഛായ തകർത്ത് നിലം പരിശാക്കി ആപ്പിൻ്റെ ചൂലിൽ തൂത്തെറിഞ്ഞതും അരവിന്ദ് കെജ്രിവാൾ പയറ്റിയ അഴിമതി വിരുദ്ധ മധ്യവർഗ രാഷ്ട്രീയ തന്ത്രങ്ങളായിരുന്നു. മോദി അമിത്ഷാ പരിവാറിൻ്റെ കടുത്ത ഹിന്ദുത്വയെ അതേ നാണയത്തിൽ തന്നെ പലപ്പോഴും കെജ്രിവാളും നേരിട്ടു. ഒടുവിൽ രാജ്യമെന്നാൽ ഡൽഹിയാണെന്ന് ചുരുക്കി ഇക്കുറി ഇല്ലെങ്കിൽ ഒരിക്കലുമില്ല എന്ന് പറഞ്ഞ് മോദിയും കൂട്ടരും ഡൽഹി പിടിക്കാൻ ഇറങ്ങിയപ്പോൾ യൂണിയൻ ബജറ്റ് പോലും ഡൽഹിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ നോട്ടീസായി മാറി. കോൺഗ്രസിൻ്റെ നിലപാടുകൾ കൂടി ആം ആദ്മിക്ക് തിരിച്ചടിയായപ്പോൾ ഫലത്തിൽ അത് BJPയുടെ സ്വപ്നങ്ങൾ പൂവണിയിക്കുന്നതിൽ എത്തി. കെജ്രിവാളിനെ ജയിലിൽ അടച്ച് ആപ്പിനെ പ്രതിസന്ധിയിലാക്കി ഉണ്ടാക്കിയെടുത്ത 2025 ഡൽഹി തെരഞ്ഞെടുപ്പ് BJP നേരിടുമ്പോൾ ചിന്തിക്കാൻ വകയുള്ളത് ആം ആദ്മിക്കും കെജ്രിവാളിനും മാത്രമാണോ? കോൺഗ്രസും രാഹുലും മറുപടി പറയേണ്ടത് എന്തിനൊക്കെ? BJPക്ക് മുൻപിലെ വഴികൾ തടസ്സങ്ങളില്ലാത്തതാണോ? പ്രതിപക്ഷ നിരയിൽ പുതിയ തന്ത്രങ്ങൾക്ക് കളമൊരുങ്ങുന്നു. ചൂലെടുത്ത കൈകളിൽ താമരയോ?